കാണുന്ന ഒരു കാര്യമാണ് പുതിയ വർഷം വരുമ്പോൾ അതിന്റെ ആശംസകൾ നേരുക എന്നുള്ളതൊക്കെ. ഇതൊന്നും ശരീഅത്തുൽ ഇസ്ലാം അനുവദിക്കുന്ന കാര്യങ്ങളല്ല, പല കാരണത്താലും. ഒന്നാമത്തേത്, ഈ വർഷം പറയുന്നത് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജനനവുമായി ബന്ധപ്പെട്ടാണ്. നിങ്ങൾക്കറിയാമായിരിക്കാം, ഈസാ നബി അലൈഹിസ്സലാമിന്റെ ജനനവുമായി ബന്ധപ്പെട്ടാണ് മീലാദി വർഷം കണക്ക് കൂട്ടുന്നത്. അത് തന്നെ തെറ്റാണ്. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ജനിച്ചത് തണുപ്പ് കാലത്തായിരുന്നില്ല. പരിശുദ്ധമായ ഖുർആൻ വളരെ വ്യക്തമായിട്ട് പറയുന്നത് പോലെ ചൂടുകാലത്താണ് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ജനിച്ചത്. രണ്ടാമത്തെ കാര്യം, മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ നോക്കാനും ജീവിതത്തിൽ കൊണ്ടുവരാനും കൽപ്പിക്കപ്പെട്ടത് ഹിജ്രിയായ കലണ്ടറാണ്, ഹിജ്രിയായ ഡേറ്റ് ആണ്. അതല്ലാതെ ഈ ഡേറ്റുകളല്ല. ഇത് നമ്മുടെ നാട്ടിൽ നിന്ന് പ്രചാരണത്തിലുണ്ടെങ്കിലും അത് ഉപയോഗിക്കാം, തെറ്റല്ല. പക്ഷേ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ ഏറ്റവും അധികം സ്ഥാനം നൽകേണ്ടത് ഹിജ്രിയായ കലണ്ടറുകൾക്കാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇത്തരത്തിലൊരു ആഘോഷം ഒരിക്കലും ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അനുവദനീയമല്ല. അത് മുസ്ലിമീങ്ങളായ ആൾക്കാർ ആരംഭിച്ചതുമല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും. ആരെങ്കിലും ഒരു സമുദായത്തോട് സാദൃശ്യപ്പെട്ടാൽ അവൻ അവരിൽപ്പെട്ടവനായി. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആരെങ്കിലും ഉണ്ടാക്കിയ ആഘോഷങ്ങൾ നമുക്ക് വേണ്ട. നമ്മെ സംബന്ധിച്ചിടത്തോളം ഇസ്സത്തോടെ അള്ളാഹു നൽകിയിരിക്കുന്ന ആഘോഷങ്ങളുണ്ട്. ഈദുൽ ഫിത്റും ഈദുൽ അദ്ഹയും അതല്ലാത്ത ആഘോഷങ്ങളും നമുക്ക് അനുവദിച്ചു തന്നിട്ടുണ്ട്. ഈദായിട്ട് നമ്മൾ കൊണ്ടാടുന്നില്ല എങ്കിൽ, ഇത് നമ്മുടെ നാട്ടിൽ പല ആൾക്കാരും പുതിയ വർഷമൊക്കെ ഈദായിട്ട് കൊണ്ടാടുന്നതാണ്. ഈദ് എന്ന് പറഞ്ഞാൽ എല്ലാ വർഷവും ആവർത്തിച്ച് വരുന്ന സംഗതികൾക്കാണ് ശരീഅത്തിൽ ഈദ് എന്ന് പറയുക. അതുകൊണ്ട് അത്തരത്തിലുള്ള ആഘോഷങ്ങൾ ഒരിക്കലും ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അനുവദിക്കപ്പെട്ട കാര്യമല്ല. അള്ളാഹുവിന്റെ ദീൻ വളരെ വ്യക്തമാണ്. അത് മുറുകെ പിടിച്ചാൽ അതിന്റെ പ്രതിഫലവും നമ്മൾക്കാണ്. അതുകൊണ്ട് മുസ്ലിമിന്റെ ഇസ്സത്ത് ഒരു കാരണവശാലും കൈവിടാൻ പാടില്ല. അതെപ്പോഴും മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈർ ജീവിതത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട്, എല്ലാവിധ ഹക്കും ജീവിതത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് ജനങ്ങൾക്ക് അത് പറഞ്ഞു കൊടുക്കാനും ജനങ്ങളിലേക്ക് ഖൈർ എത്തിക്കാനും എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ, അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല അശ്ശിർക വൽ മുശ്രികീൻ വഅദില്ല അശ്ശിർക വൽ മുശ്രികീൻ. അല്ലാഹുമ്മ ദമ്മിർ അഅദാഅക വഅദാഅ الدين. اللهم دمر أعداءك وأعداء الدين. اللهم من أرادنا بشر وفتنة فأشعله في نفسه. اللهم من أرادنا بشر وفتنة فأشغله في نفسه واجعل تدبيره تدميره يا قوي يا عزيز.